അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പല വഴികളിൽ നമുക്കത്ര താല്പര്യമില്ലാത്ത ഒരു വഴിയാണ് നല്ല പ്രവർത്തികളുടെ വഴി. ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് സന്തോഷമാണ്, സ്തോത്രം പറയുന്നത് നമുക്ക് സന്തോഷമാണ്, ദൈവം ജീവിതത്തിൽ ചെയ്തതായുള്ള നന്മകളെ സാക്ഷിക്കുന്നത് നമുക്ക് സന്തോഷമാണ്. എന്നാൽ ഈ വഴികളിലെല്ലാം വെച്ച് അത്ര എളുപ്പമല്ലാത്ത ഒരു വഴിയാണ് ഈ വേദഭാഗത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ യേശു കർത്താവ് നിർദ്ദേശിക്കുന്നത്. അത് നല്ല പ്രവർത്തികളുടെ വഴിയാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോൾ ഈ വാചകത്തിന്റെ ക്രമത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇൻ ദ സെയിം വേ ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ് that people may see your good deeds and glorify your Father in heaven. എന്നാൽ ഞാൻ അതിൻ്റെ ക്രമത്തിലേക്കോ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ പോകുന്നതിന് പകരം ഇതിലെ ഒരു പ്രയോഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പരിമിതപ്പെടുത്തണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല പ്രവൃത്തി. ഈ നല്ല പ്രവൃത്തി എന്നതുകൊണ്ട് എന്താണ് നാം അർത്ഥമാക്കുന്നത്? ഞാൻ എൻ്റെ ആമുഖ വാക്കുകളിൽ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട ജോർജ് എവറാച്ചനാണ് എനിക്ക് ആദ്യമായി മാരാമണ്ണ് പരിഭാഷപ്പെടുത്തുന്നതിന് അവസരം തന്നത്. അന്ന് എനിക്ക് പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നത് മലേഷ്യയിൽ നിന്ന് വന്ന ഡാനിയൽ ഹോ എന്ന ഒരു ദൈവദാസനാണ്. അപ്പോൾ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാനൊരു 9:45 ആകുമ്പോഴത്തേക്ക് പന്തലിന്റെ അവിടെ ചെന്നാൽ മതിയല്ലോ എന്നൊക്കെ കരുതി പ്രസംഗം എന്തായാലും 11 മണിക്ക് തുടങ്ങത്തുള്ളൂ. അപ്പോൾ പെതുക്കെ പാട്ടൊക്കെ പാടി ആളുകളെയൊക്കെ കണ്ട് എല്ലാവരോടും ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെതുക്കെ പോവുകയാണ്. അപ്പോൾ ഡാനിയൽ ഹോ നേരത്തെ അങ്ങ് പോയി. ഞാൻ പുറകെ ഇങ്ങനെ പാട്ടുമൊക്കെ പാടി ആളുകളോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുക. 10 മണി കഴിഞ്ഞു, പാട്ടുപാടി യോഗം തുടങ്ങി. 11 മണിക്ക് ചെന്നാൽ മതിയല്ലോ എന്ന് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ വലിയ തിരക്കൊന്നും കാണിക്കുന്നില്ല. അച്ഛനത് ഓർക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 11 മണിക്ക് തുടങ്ങുന്ന ഒരു പ്രസംഗത്തിന് 10:30 എന്നാലും അതൊരു നല്ല പ്രവൃത്തിയാണ്. പക്ഷെ അച്ഛൻ സംഘാടകനായതുകൊണ്ട് എന്നെ കാണാഞ്ഞിട്ട് അച്ഛൻ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മണപ്പുറത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ ഫോൺ സൈലന്റ് ആക്കിയിരുന്നു. അതുകൊണ്ട് അച്ഛൻ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്തായാലും പുതുക്കെ ഒരു 10:15, 10:20 ആയപ്പോഴത്തേക്ക് പുതുക്കെ പന്തല്. അപ്പോൾ എന്റെ ദൃഷ്ടിയിൽ അപ്പോഴും ഞാൻ സമയത്തിന് മുന്നാണ്, ഞാൻ ഒട്ടും വൈകിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു സൽസ്വഭാവിയായി ഞാൻ പന്തലിലോട്ട് കയറാൻ ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ കാണാതെ ഫോണും ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്നോട് ചോദിച്ചു എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു സമയമുണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ അച്ഛന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ദൃഷ്ടിയിൽ ഞാൻ അങ്ങനെ നല്ലതല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എന്നാൽ സംഘാടകനായ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ഞാൻ വൈകി. അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി നല്ല പ്രവൃത്തിയാണോ മോശം പ്രവൃത്തിയാണോ? എന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രവൃത്തിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഒരു സംഘാടകനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി സമയബന്ധിതമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല അച്ഛനുണ്ട്. അപ്പോൾ അച്ഛന്റെ ടെൻഷൻ, എനിക്കാണെങ്കിൽ യാതൊരു ടെൻഷനുമില്ല. അപ്പോൾ ഒരു പ്രവൃത്തി നല്ലതാണോ മോശമാണോ എന്ന് നാം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്?
യേശു പറയുന്നു, നല്ല പ്രവർത്തികളിലൂടെയാണ് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. പക്ഷേ ചോദ്യം, നമ്മുടെ പ്രവൃത്തി നല്ലതാണോ അല്ലയോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഇപ്പൊ നിങ്ങളിവിടെ കൺവെൻഷൻ നടത്തും. ഇത് 74ാമത്തെ കൺവെൻഷനാണ്. പ്രായമാകുമ്പോൾ പല്ല് എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞതുപോലെ ആളുകൾ കുറഞ്ഞു വരികയാണ്. ഒരുപക്ഷെ ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആളുകളെ ഇറക്കി മാത്രമേ ഇനി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ജോൺ തോമസ് അച്ഛനൊക്കെ ഇരുന്ന പള്ളിയിലൊക്കെ ഇപ്പം ഒരു ബംഗാളിയാണ് അവിടുത്തെ ഒരു അൽമായ ശുശ്രൂഷൻ. ഇവരുടെയൊക്കെ ശുശ്രൂഷയുടെ ഗുണം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതെല്ലാം പത്രത്തിൽ വന്നതായതുകൊണ്ട് അതിൻ്റെ അകത്ത് രഹസ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആള് കുറവാണെങ്കിലും നമ്മൾ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ എല്ലായിടത്തും അങ്ങ് മൈക്ക് വെക്കുക. കാരണം നമ്മൾ നന്നായില്ലെങ്കിലും ഈ പുല്ലാട് പഞ്ചായത്തിലുള്ള മുഴുവൻ പേര്, നമ്മൾ ഈ ദേശം മുഴുവൻ മൈക്ക് കിട്ടുക. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്ത് മുഴുവൻ മൈക്കും കോളാമ്പിയും കെട്ടുന്നത് നല്ല പ്രവൃത്തിയാണ്. നാട്ടുകാർക്കോ? അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രവൃത്തി ഒരേ സമയം ചിലർക്ക് നല്ലതായും ചിലർക്ക് ദോഷമായും മാറുന്നത്? ഇസ്രയേൽ പലസ്തീൻ തർക്കം ഇപ്പോൾ നമ്മുടെ എല്ലാം ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഇസ്രയേലിനെ അനുകൂലിക്കുന്നവരോട് ചോദിച്ചാൽ അവര് പറയും, പലസ്തീനിലെ അല്ലെങ്കിൽ ഗാസയിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു കുഴപ്പവുമില്ല, അത് നല്ലതാണെന്ന് പറയും. എന്നാൽ ഗാസയിലുള്ള മനുഷ്യരോട് ചോദിച്ചാൽ അവര് പറയും, ഇതിനേക്കാൾ മോശമായ ഒരു പ്രവൃത്തിയില്ലെന്ന്. ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. എന്റെ ചോദ്യം, നല്ല പ്രവർത്തികളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി നല്ലതാണോ മോശമാണോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ആർക്കിഷ്ടപ്പെടുമ്പോഴാണ് ഒരു പ്രവൃത്തി നല്ലതാകുന്നത്? പള്ളി പൊതുയോഗത്തിലൊക്കെ അല്ലെങ്കിൽ കമ്മിറ്റിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യവും ചോദിച്ചില്ലെങ്കിൽ എങ്ങനത്തെ പള്ളിയാ? നല്ല പള്ളിയാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചാലോ? ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഓർക്കും, ഞങ്ങളെ അച്ഛന്മാരൊക്കെ ഒരു പള്ളിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കുറേ കാലമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒത്തിരി നന്മ ചെയ്ത മനുഷ്യർ കാണും. പക്ഷെ ആരുടെ എല്ലാം പേര് മറന്നുപോയാലും നമ്മളെ ഞോണ്ടിയവരെയും നമ്മളെ മാന്തിയവരെയും പാര വെച്ചവരെയും ഞാൻ ഓർക്കായിരുന്നു. ഈ സാറ് പറഞ്ഞു, ജോസഫ് അച്ഛനെ മറന്നുപോയി, ഓർക്കുന്നില്ലെന്ന്. അതിന് ചെയ്യേണ്ടിയിരുന്നത് അന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിരുന്നത് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരുന്നേ. അപ്പോൾ ഒരു പ്രവൃത്തി നല്ലതാണ്, ആരാ തീരുമാനിക്കുന്നത്? ഞാൻ നല്ലതാണ് എന്ന് കരുതി ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങൾക്ക് നല്ലതായി തോന്നണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ നന്മയാണ് എന്ന് കരുതി ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്ക് ദോഷമായി തോന്നി എന്ന് വരാം. അപ്പോൾ നല്ല പ്രവൃത്തി എന്നത് ആരാണ് തീരുമാനിക്കേണ്ടത്? അപ്പോൾ നമ്മൾ പറയും, അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവമാണ് തീരുമാനിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയും? ദൈവത്തെ ഫോൺ ചെയ്ത് ചോദിക്കാൻ പറ്റുമോ? അല്ലെ വാട്സാപ്പ് ചെയ്ത് ചോദിക്കാൻ പറ്റുമോ? ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, നിന്റെ അഭിപ്രായം എന്താ? അതുകൊണ്ട് ഈ നല്ല പ്രവൃത്തി എന്നതിനെ നാം കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലതായി തോന്നുന്നു എന്നതുകൊണ്ട് ഒരു പ്രവൃത്തി നല്ലതാകണം എന്ന് നിർബന്ധമില്ല. ഇത് ഉറങ്ങാത്തവർക്ക് വേണ്ടി ഞാനത് ഒന്നുകൂടെ പറയാം.
ഉറങ്ങുന്നവരെ നമ്മൾ പിന്നെ ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നല്ലതാകുമോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് ആ പ്രവൃത്തി മോശമാകും എന്ന് നിർബന്ധമുണ്ടോ? ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, വാട്ട് ഈസ് പോപ്പുലർ ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോപ്പുലർ. ലോകത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ലതെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പിച്ച കുറച്ച് കാര്യമുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ അടിമക്കച്ചവടം അവസാനിപ്പിച്ചയാളാണ് മഹാനായ എബ്രഹാം ലിങ്കൺ. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് നല്ല പ്രവൃത്തിയാണ്. എന്നാൽ ഇങ്ങനെ നമുക്കെല്ലാവർക്കും നല്ലതെന്ന് തോന്നിയ ഈ പ്രവൃത്തി അവിടെയുള്ള കുറെ ആളുകൾക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? അദ്ദേഹത്തെ കൊന്നു. അപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ എല്ലാവരും പറയുന്നു അത് നല്ലതാണ്, അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് നല്ലതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എന്തിനാ കൊന്നത്? ഗ്രഹാം സ്റ്റെയിൻസ് നമ്മൾ പറയുന്നു അദ്ദേഹം നല്ല പ്രവൃത്തി ചെയ്തയാളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ലത് ചെയ്തിട്ട് കുറച്ചാളുകൾക്ക് അത് നല്ലതല്ലാതായി തോന്നുന്നത്? വർണ്ണവിവേചനം അവസാനിപ്പിച്ചയാളാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. മാർട്ടിൻ ലൂതർ കിങ് എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത്? എന്തിനാണ് ഗാന്ധിജിയെ കൊന്നത്? അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് നല്ലതായി തോന്നണം എന്നില്ല. നമുക്ക് ദോഷമെന്ന് തോന്നുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് നല്ലതായി തോന്നണം എന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശരിയും തെറ്റും, നന്മയും തിന്മയും, നല്ലതും ദോഷവും നാം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ ഈ കാലത്ത് ഏറ്റവും അധികം പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ വേസ്റ്റ് എങ്ങനെ കൊണ്ട് കളയണമെന്നോ. അപ്പൊ നമ്മൾ വെളുപ്പിനെ എന്ത് ചെയ്യും? ഇവിടെയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല, എന്നാൽ പല സ്ഥലത്തും ആളുകൾ രാവിലെ എഴുന്നേറ്റ്, ഇപ്പൊ കാറയിലൊക്കെ പോയ ആളുകൾ സംശയിക്കത്തില്ലല്ലോ, മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ഒരു ചാക്കിലൊക്കെ കെട്ടി എവിടെയെങ്കിലും ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു? മിഷൻ സക്സസ്. അപ്പോൾ സ്വന്തം വീട്ടിലെ മാലിന്യം ആരും കാണാതെ കൊണ്ട കളഞ്ഞ ഭർത്താവിന്റെ പ്രവൃത്തിയെ ഭാര്യ പറഞ്ഞു, വെൽ ഡൺ മൈ ബോയ്, യു ഡിസേർവ് എ ബൂസ്റ്റ്. പക്ഷെ അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് അതത്ര നല്ല പ്രവൃത്തിയല്ല. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അവിടെ ജോലി കിട്ടുന്ന മനുഷ്യർക്ക് അത് നല്ല കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഫാക്ടറികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം, അതുണ്ടാക്കുന്ന മലിനീകരണം അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നു. നിങ്ങൾക്ക് ജോലി കിട്ടുന്നവർക്ക് അത് നല്ല പ്രവൃത്തിയാണ്, പക്ഷേ അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് അതത്ര നല്ല പ്രവൃത്തിയല്ല. നല്ലത് എന്നത് അത്ര എളുപ്പത്തിൽ പിടിതരുന്ന ഒരു വാക്കല്ല. അതുകൊണ്ട് എന്താണ് ഗുഡ് ഡീഡ്സ്, നല്ലത് എന്ന് പറയുന്നത് കൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത്? നല്ല പ്രവൃത്തി. നമ്മുടെ കർത്താവിന്റെ ജീവിതകാലത്ത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് യേശു കർത്താവിനേക്കാൾ നല്ല വേറൊരാളില്ല.
ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ കൊന്നേ? യേശുവിനെ എന്തിനാ കൊന്നേ? ഇത്രയും നല്ല മനുഷ്യനെ ആരെങ്കിലും കൊല്ലൂ? നമ്മൾ ഇന്ന് പറയുന്നു നല്ലതാണെന്ന്, കാരണം യേശു നമ്മുടെ പള്ളിയൊന്നും അല്ലല്ലോ ശുദ്ധീകരിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. യെരുശലേം ദേവാലയത്തിലാണ് ചാട്ടവാർ എടുത്തത് എന്നതുകൊണ്ട് നല്ല പ്രവൃത്തിയാ. കാരണം നമ്മുടെ പള്ളി കേറാത്തിടത്തോളം കാലം യേശു യെരുശലേം ദേവാലയം ശുദ്ധിയാക്കിയത് നല്ല പ്രവൃത്തിയാണ്. പള്ളി കയറി എത്രാമത്തെ ദിവസം യേശുവിനെ ക്രൂശിച്ചു? നമ്മുടെ ആരാധനക്രമം അനുസരിച്ചാണ് ഞായറാഴ്ച കയറി വെള്ളിയാഴ്ച തന്നെ തീരുമാനമായി. നമ്മൾ പറയുന്നു അത് നല്ല പ്രവൃത്തിയാണ്. പക്ഷേ നല്ല പ്രവൃത്തി എന്ന് നാം പറയുന്നത് അശേഷം ഇഷ്ടപ്പെടാത്ത മനുഷ്യരുമുണ്ട്. അതുകൊണ്ട് മനുഷ്യരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമല്ല, നാം ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ആ പ്രവൃത്തി ദൈവമുൻപാകെ നല്ലതാണ് എന്ന് തീരുമാനിക്കാൻ പറ്റട്ടെ. അതുകൊണ്ട് എത്ര മനുഷ്യർ ഇഷ്ടപ്പെടുന്നു, എത്ര മനുഷ്യർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നതല്ല നല്ലതിൻ്റെയും മോശമായതിൻ്റെയും മാനദണ്ഡം. അങ്ങനെ ഭൂരിപക്ഷം ആളുകൾക്ക് ഞാൻ പറയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് അത് ദൈവത്തിന് സ്വീകാര്യമാണ് എന്ന് തീരുമാനിക്കാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ യേശുവിനെ ക്രൂശിച്ച ദിവസത്തിന്റെ തലേ രാത്രി ന്യായാധിപനായ പീലാത്തോസ് ചോദിക്കുന്നു, നിങ്ങൾക്കാരെ വേണം? യേശുവിനെ വേണമോ നിങ്ങൾക്ക് ബറബാസിനെ വേണമോ? ആ പീലാത്തോസിന്റെ അരമന മുറ്റത്തു കൂടിയ എല്ലാ മനുഷ്യർക്കും ഒരുപക്ഷെങ്കിൽ മാറി നിന്ന് നെഞ്ചത്തടിച്ചു കരഞ്ഞ ഏതാനും ചില സാധു ജീവിതങ്ങൾ ഒഴിച്ച് അവരെ മാറ്റി നിർത്തിയാൽ ആ അരമനമുറ്റത്ത്, ആ കൊട്ടാരമുറ്റത്തുണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളുടെയും ചോയ്സ് എന്ന് പറയുന്നത് ബറബാസ് ആയിരുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾ ഒരു കാര്യം ശരി എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ ശരിയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. ഇസ്രായേൽ മക്കൾ ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവത്തോട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഒരു ജനത ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുകയാണ്, വി നീഡ് എ കിങ്. ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂരിപക്ഷമല്ല, 100% ആളുകളും പറയുന്നു, ഒരു ജനഹിത പരിശോധനയുടെ ഭാഷയിൽ പറഞ്ഞാൽ 100% ആളുകളും വോട്ട് ചെയ്തു. ആർക്ക്? എന്തിനു വേണ്ടി? ഒരു രാജാവിനെ വേണം. പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഭൂമിയിൽ എല്ലാവരും ഒരു മനസ്സോടെ, എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു എന്നതുകൊണ്ടോ അഭിപ്രായപ്പെട്ടു എന്നതുകൊണ്ടോ അത് ദൈവഹിതമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇസ്രയേലിന്റെ ചരിത്രം വളരെ കൃത്യമാണ്. ഒരു ജനതയും ഒരു രാജ്യവും മുഴുവൻ ഒരു രാജാവിനെ വേണമെന്ന് ചോദിച്ചപ്പോഴും അവിടെ നാം വായിക്കുന്നു, അത് ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയും തെറ്റും നന്മയും തിന്മയും തീരുമാനിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൂരിപക്ഷം ശരിയാണെന്ന് വേദപുസ്തകം പറയുന്നില്ല. യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമ്മൾ പിന്നെയും ധാരാളം പ്രവൃത്തി കാണുന്നുണ്ട്. ശബത്ത് നാളിൽ യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ കൂനിയായ സ്ത്രീയെ സുഖമാക്കുന്നു. നല്ല പ്രവൃത്തിയാണ്. പക്ഷെ പള്ളി വന്ന ഒരുത്തർക്കും ആ പ്രവൃത്തി എന്തായി തോന്നിയില്ല. അതെങ്ങനെ? അപ്പോൾ ഭൂരിപക്ഷം ആളുകൾ ഒരു കാര്യം ശരിവെച്ചാൽ
അത് ദൈവത്തിന്റെ ശരിയല്ല. നിങ്ങൾക്ക് ജനാധിപത്യപരമായി അത് ശരിയെന്ന് തീരുമാനിക്കാം, പക്ഷേ അത് ദൈവത്തിന്റെ ശരിയാണെന്ന് പറയരുത്. യേശു ശബത്ത് നാളിൽ ശുദ്ധീകരിച്ചപ്പോൾ അവിടെ പള്ളിയിൽ വന്ന ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഇന്ന് നല്ല പ്രവൃത്തി എന്ന് പറയുന്ന ആ കാര്യം എന്തുകൊണ്ടാണ് അവിടെ കൂടി വന്ന ആർക്കും ഇഷ്ടപ്പെടാതെ പോയത്? അപ്പോൾ നല്ല പ്രവൃത്തിയുടെ മാനദണ്ഡം എന്താണ്? യേശു ചുങ്കക്കാരോടും പാപികളോടും ഒക്കെയാണ് ഭക്ഷണം കഴിച്ചത്. അവന്റെ കൂട്ടുകാരെല്ലാം ആ നാട്ടിലെ അമാന്യരായിരുന്നു. മാന്യതയുടെ ചരിത്രമൊന്നും പറയാനില്ലാത്ത ഈ മനുഷ്യരോടൊപ്പമാണ് യേശു ഭക്ഷണമേശ പങ്കിടുന്നത്. ആ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? അവര് പറഞ്ഞത്, ഇവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും കൂട്ടുകാരൻ. എന്താ യേശു ചെയ്ത നല്ല പ്രവൃത്തി നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ പോയത്? എന്തിന് മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശുവും ശിഷ്യന്മാരും യെരൂശലേമിനെ നോക്കി അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് അവൾക്കുള്ളത് മുഴുവൻ അവൾ ദേവാലയത്തിൽ ഇടുകയാണ്. ശിഷ്യന്മാര് മുഴുവൻ പറയുന്നു, എന്തൊരു നല്ല പ്രവൃത്തി, അവൾ അവളുടെ ഉപജീവനം മുഴുവൻ ഇടുകയാണ്. പക്ഷെ അതിനുശേഷം യേശു പറയുന്നുണ്ട്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. കാരണം ഇത് വിധവമാരെ വിഴുങ്ങുന്ന പ്രസ്ഥാനമാണ്. എന്താണ് നല്ല പ്രവൃത്തി? നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള തർക്കം വരുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് പിള്ളേർക്ക് നല്ലതല്ല. അപ്പോൾ മാതാപിതാക്കളോട് ഒരു ചോദ്യം, നിങ്ങൾക്കൊരു കാര്യം നല്ലതല്ല എന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം അത് നല്ലതല്ല എന്നാണോ? നിങ്ങൾക്കൊരു കാര്യം നല്ലതാണ് എന്ന് യുവാക്കളെ നിങ്ങൾക്ക് തോന്നിയാൽ അതിന്റെ അർത്ഥം അത് നല്ലതാണെന്നാണോ? ഞാൻ ഇത്രയും വിശദമായി ഈ ഉദാഹരണങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചത്, നല്ലത്, നല്ല പ്രവൃത്തി എന്നത് അത്ര എളുപ്പത്തിൽ പിടിതരുന്ന ഒന്നല്ല. നല്ലതെന്ന് പറഞ്ഞാൽ പോരാ, അതിനോട് ചില ചോദ്യങ്ങളും ചോദിക്കണം. എന്നാൽ പലപ്പോഴും നമ്മളുടെ ഈ വചന വ്യാഖ്യാനങ്ങളിൽ, നമ്മുടെ കൺവെൻഷൻ പ്രസംഗങ്ങളിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറയും. എല്ലാവരെയും സ്നേഹിക്കണം. നിങ്ങൾ എന്താണ് സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കരുതണം. ഈ കരുതൽ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി നല്ല പ്രവൃത്തി എന്ന വാക്കിൽ നല്ലത് എന്നത് ആരാണ് തീരുമാനിക്കുന്നത്? ആർക്കിഷ്ടപ്പെടുമ്പോഴാണ് ഒരു പ്രവൃത്തി നല്ലതാവുന്നത്? ആർക്കിഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഒരു പ്രവൃത്തി മോശമായി തീരുന്നത്? ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നാം ഈ വായിച്ച വേദഭാഗത്ത് യേശു നല്ല പ്രവൃത്തി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 16-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇൻ ദ സെയിം വേ, അങ്ങനെ തന്നെ. എന്താണ് ആ പ്രയോഗത്തിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം? അങ്ങനെ തന്നെ. അതിന് തൊട്ടു മുൻപ് 13, 14, 15 വാക്യങ്ങളിൽ അങ്ങനെ തന്നെ എന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. 14ഉം 15ഉം വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഭൂമിക്ക് ഉപ്പ് എങ്ങനെയാണോ, ലോകത്തിന് വെളിച്ചം എങ്ങനെയാണോ, അങ്ങനെ തന്നെ. അതുകൊണ്ട് ഒരു വേദഭാഗത്തെ മനസ്സിലാക്കുന്നതിന് അതുകൊണ്ട് അങ്ങനെ തന്നെ
എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ തൊട്ടു മുൻപ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയെങ്കിലേ അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തന്നെ. അതുകൊണ്ട് ഈ എന്താണ് നല്ല പ്രവൃത്തി എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് 2-3 ചെറിയ ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, നല്ലത് എന്നത് ഉപ്പ് പോലെയും വെളിച്ചം പോലെയും ആവണം. ഉപ്പ്, വെളിച്ചം. നല്ല പ്രവൃത്തി എന്നതിന് വിശദമാക്കാൻ കർത്താവ് പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തി, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്. അപ്പോൾ നല്ല പ്രവൃത്തിക്ക് കർത്താവ് നിർദ്ദേശിക്കുന്ന 2 രൂപകങ്ങൾ, 2 മെറ്റഫേഴ്സ് എന്ന് പറയുന്നത് ഉപ്പും വെളിച്ചവുമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും പ്രത്യേകത എന്താണ്? ക്രിസ്ത്യൻ ഉപ്പ് എന്ന് പറഞ്ഞൊരു ഉപ്പുണ്ടോ? കള്ളിനൊക്കെ ഉണ്ട് ക്രിസ്ത്യൻ എന്നൊക്കെ ചേർത്ത്. എന്നേക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടെ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെയുള്ള ഉപ്പിൽ ജാതിയുണ്ടോ? സുറിയാനി ഉപ്പ്, നമ്മൾ ചില കറി പൗഡറിലൊക്കെ ഉണ്ട് അങ്ങനെ, ബ്രാഹ്മിൻസ് കറി പൗഡർ. പക്ഷെ യേശു നിർദ്ദേശിക്കുന്ന ഈ ഉപ്പിലും വെളിച്ചത്തിലും ജാതിയില്ല. സുറിയാനി വെളിച്ചം, സുറിയാനി ഉപ്പ്, അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. വെളിച്ചം എന്ന് പറഞ്ഞാൽ മലയാളി വെളിച്ചം, തമിഴ് വെളിച്ചം, അങ്ങനെ ഉണ്ടോ? വാക്ക് ചിലപ്പോൾ മാറും. അപ്പോൾ നല്ല പ്രവൃത്തി എന്നത് ഉപ്പ് പോലെയും വെളിച്ചം പോലെയും ആകണം എന്നതുകൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുപക്ഷെ ഇത് വിശദീകരിക്കാൻ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നല്ല ശമരിയാക്കാരന്റെ ഉപമയാണ്. അതുകൊണ്ടാണ് ആ ശമരിയാക്കാരന് നമ്മളൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയില്ല കേട്ടോ. എന്ത് ശമരിയാക്കാരൻ എന്നാ? നല്ല ശമരിയാക്കാരൻ. ശമരിയാക്കാരൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേദപുസ്തകത്തിൽ അങ്ങനെ നല്ലത് എന്ന് ചേർത്ത് വിശേഷിപ്പിച്ച അധികം കഥാപാത്രങ്ങളില്ല. നല്ല പീലാത്തോസ്, നല്ല ശതാധിപൻ, ഒന്നുമില്ല. ശമരിയാക്കാരനെ പറയുമ്പോഴാണ് നമ്മൾ നല്ല ശമരിയാക്കാരൻ. അപ്പോൾ നല്ലത് എന്നതുകൊണ്ട് എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ആ സംഭവം, ആ കഥ നമുക്കറിയാവുന്നത് കൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. 3 പേർ ഒരു വഴിയെ പോകുന്നു. ആദ്യം പുരോഹിതൻ പോകുന്നു. പുള്ളി വളരെ ബിസിയാണ്. അത്യാവശ്യമായിട്ട് തിരുവല്ലയിൽ ഒരു കമ്മിറ്റിക്ക് പോവുകയാണ്, നിൽക്കാൻ പറ്റൂല. രണ്ടാമത്തെ പുള്ളിയും അതിനേക്കാൾ വേഗത്തിൽ എന്തോ പരിപാടിക്ക് പോകുന്നു. കാരണം അവർക്ക് നിൽക്കാൻ സമയമില്ല. വഴിയിൽ ഒരു മനുഷ്യൻ അർദ്ധപ്രാണനായി കിടക്കുകയാണ്. മൂന്നാമതൊരാൾ വന്നു, ശമരിയാക്കാരൻ. ഈ ശമരിയാക്കാരൻ റോഡിൽ ഒരാൾ അയാൾ കിടക്കുന്നത് കണ്ടിട്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ ഞരക്കം കേട്ടിട്ടാവണം വണ്ടി നിർത്തി. വണ്ടി എന്നൊക്കെ പറയുമ്പോൾ കോണ്ടസയല്ല, കഴുത. അതാണ് അന്നത്തെ കോണ്ടസ എന്ന് പറയുന്നത്. അതൊക്കെ നിർത്തി അയാളെ രക്ഷിച്ചു. അത്യാവശ്യം ചെയ്യേണ്ട പ്രാഥമിക ചികിത്സകളെല്ലാം ചെയ്തു. അയാളെ സത്രത്തിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി കൂടുതൽ വല്ലതും ആവശ്യമായിട്ട് വന്നാൽ എന്നെ തന്നെ വിളിക്കണം. എന്നിട്ട് യേശു അവസാനം ആ വന്ന മനുഷ്യനോട് പറയാണ്, യു ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. നീ പോയി അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നല്ല പ്രവൃത്തി എന്നത് നമുക്ക് പരിചയമുള്ള, നമ്മുടെ സമുദായത്തിൽപ്പെട്ട,
നമ്മുടെ ദേശത്തുള്ള, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് ചെയ്യുന്ന പ്രവൃത്തി എന്നതിനപ്പുറമായി ആവശ്യത്തിൽ ഇരിക്കുന്നവന്റെ ആവശ്യമാണ് പ്രധാനം. അവന്റെ ജാതിയും മതവും ഒന്നുമല്ല. വഴിയരികിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ അവന്റെ ഭാഷ ഏതുമാവട്ടെ, അവന്റെ ദേശം ഏതുമാവട്ടെ, അവന്റെ സംസ്കാരം ഏതുമാവട്ടെ, അവൻ ആണാകട്ടെ പെണ്ണാവട്ടെ, ആവശ്യക്കാരന്റെ ആവശ്യത്തെക്കാൾ വലുതല്ല ആവശ്യക്കാരന്റെ ജാതിയും മതവും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉപ്പ് അത് ഹൈന്ദവ ഭവനത്തിലിട്ടാലും മുസ്ലിമിന്റെ ഭവനത്തിലിട്ടാലും ദൈവമില്ലാത്തവന്റെ ഭവനത്തിലിട്ടാലും അതിന് വ്യത്യാസമില്ല. കാരണം എവിടെയാണെങ്കിലും ഉപ്പ് ഉപ്പായി തന്നെ ഇരിക്കും. വേദോസ്തവത്തിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ്, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഹി കനോട്ട് ബി അതർവൈസ്. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും, എന്റെ സഭയിൽപ്പെട്ടയാളാണെങ്കിലും അല്ലെങ്കിലും ആവശ്യമാണ് പ്രധാനം. ഉപ്പ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഇരുട്ടുള്ളിടത്ത് വെളിച്ചം എങ്ങനെയാണോ വർത്തിക്കുന്നത്, നല്ല പ്രവൃത്തി എന്നത് ഉപ്പും വെളിച്ചവും പോലെയാണ്. അല്ലാതെ ജാതിയും മതവും സഭയും ഭാഷയും വംശവും ഒക്കെ നോക്കി പ്രവർത്തിക്കുന്ന ഒന്നിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് പർവ്വത പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വന്ദിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നവരെ വന്ദനം ചെയ്താൽ എന്തു പ്രയോജനം? നിങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിച്ചാൽ എന്തു പ്രയോജനം? അതിന് നീ ഒരു ക്രിസ്ത്യാനി ആവേണ്ട കാര്യമില്ല. അത് ഈ ലോകത്തിൽ ഏതു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നീതിബോധത്തെ കവിയുന്ന ഒരു നീതിബോധം. അതുകൊണ്ടാണ് യേശു മറ്റൊരു വിധത്തിൽ ഈ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും നീതിബോധം ഇല്ലായിരുന്നു എന്നല്ല. അവർ നല്ല നീതിബോധമുള്ളവരാണ്. പക്ഷെ അവരുടെ നീതിബോധത്തിന്റെ പ്രശ്നം അത് അവരുടെ സമുദായത്തിലേക്ക് ചുരുക്കിയ നീതിബോധമാണ്. യേശു പറയുന്നു, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സമുദായ നീതിയല്ല, സമുദായത്തിന്റെ, ഭാഷയുടെ, ജാതിയുടെ, മതത്തിന്റെ, വംശത്തിന്റെ എല്ലാ അതിരുകളെയും ഭേദിക്കുന്ന നല്ല ശമരിയാക്കാരനാകുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രവൃത്തി കണ്ടിട്ടാണ് ആര് സന്തോഷിക്കേണ്ടത്? ദൈവം സന്തോഷിക്കണം. അതുകൊണ്ടാണ് തന്നെ കാണാൻ വന്ന ആ ചെറുപ്പക്കാരനോട് യേശു പറഞ്ഞത്, നീയും പോയി അങ്ങനെ ചെയ്യുന്നല്ല, അങ്ങനെ തന്നെ ചെയ്യണം. നത്തിങ് ലെസ് ആൻഡ് നത്തിങ് മോർ. അപ്പോൾ എന്താണ് നല്ല പ്രവൃത്തി? നല്ല ശമരിയാക്കാരനെ പോലെ ഉപ്പും വെളിച്ചവുമാവുക. ഉപ്പ് പ്രവർത്തിക്കുന്നത് താൻ ഏത് വീട്ടിലാണ് ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല. വെളിച്ചം പ്രവർത്തിക്കുന്നത് താൻ ഏത് മതത്തിൽപ്പെട്ട ആളുടെ വീട്ടിലാണെന്നല്ല. വെളിച്ചത്തിനും ഉപ്പിനും ഒറ്റ സ്വഭാവമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഇൻ ദ സെയിം വേ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട്. രണ്ടാമത്തെ ഒരു വിചാരം, നമ്മൾ സാധാരണ എങ്ങനെയുള്ളവർക്ക് നന്മ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ നമ്മളൊക്കെ നന്മ ചെയ്യുന്നവരാ, നമ്മളാരും നന്മ ചെയ്യാത്തവരല്ല. പക്ഷേ നമ്മുടെ നന്മ അത് സ്വീകരിക്കുന്നവരുടെ വലുപ്പത്തെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്.
people who are in positions of power. നല്ല പ്രവൃത്തി എന്നത് നിങ്ങളുടെ പ്രവൃത്തി ആവശ്യമില്ലാത്തവർക്ക് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നൽകുന്ന പ്രവൃത്തിയുടെ പേരല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം, നിങ്ങളുടെ സഹായം ആവശ്യമില്ലാത്ത മനുഷ്യരുണ്ട്, അവരെ സഹായിക്കാനാണ് നമുക്ക് കൂടുതൽ ഉത്സാഹം. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ നല്ല പ്രവൃത്തിയെ വിശദീകരിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യന്യായവിധിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മനോഹരമായൊരു വേദഭാഗമാണ്. കൂടുതലും നമ്മളത് ധ്യാനിക്കുന്നത് പീഡാനുഭവ വാരത്തിൽ, നമ്മുടെ ഒരു ദിവസത്തെ വൈകിട്ടത്തെ ധ്യാനം അതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗമാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, അവൻ എന്ത് ചെയ്യുന്നു, അവസാന നാളിൽ അവരെ എന്ത് ചെയ്യും, ഇടത്തും വലത്തുമായിട്ടൊക്കെ തിരിക്കും. എന്നിട്ട് കുറച്ചു പേരോട് പറയും, നിങ്ങൾ വന്ന് ലോകാവസാനത്തിന് മുൻപേ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ കയറിപ്പോരെ. എന്നിട്ട് കർത്താവ് പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിക്കാൻ തന്നു, എനിക്ക് വസ്ത്രമില്ലാതിരുന്നൊരു സമയത്ത് നിങ്ങൾ വസ്ത്രം കൊണ്ട തന്നു, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ മറ്റേ കൂട്ടർക്ക് ഒരു കൺഫ്യൂഷൻ, അതെങ്ങനെ ശരിയാവും? ഞങ്ങളാണല്ലോ അനുഗ്രഹിക്കപ്പെട്ടവർ, ഞങ്ങൾക്കുള്ളതാണല്ലോ സ്വർഗം. അപ്പൊ അവര് ചോദിക്കുന്നു, അതെന്താ ഞങ്ങളെ കേറ്റാത്ത, ഞങ്ങളോടൊരു ചിറ്റമ്മ നയം അതെന്താ? അപ്പോൾ യേശു പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എന്നിട്ട് ആ ലിസ്റ്റ് നീട്ടുകയാണ്. അപ്പൊ അവര് ചോദിക്കുന്നു, കൊള്ളാം, ഞങ്ങൾ അങ്ങനെ കർത്താവെ നീ എപ്പോഴെങ്കിലും കഞ്ഞി കുടിക്കാനില്ലെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ തരാതിരിക്കൂ? നിനക്ക് എപ്പോഴെങ്കിലും വസ്ത്രത്തിന് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ തരാതിരിക്കൂ? ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ എത്ര കുപ്പായത്തിന് തുണി കൊടുക്കുന്ന, എന്നെങ്കിലും നിനക്ക് തുണിക്കൊരു ക്ഷാമം ഉണ്ടെങ്കിൽ ഞങ്ങൾ തരാതിരിക്കൂ? നിനക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലും വെള്ളവും മോരും വെള്ളവും എന്ത് വേണമെങ്കിലും കൊണ്ട തരത്തില്ലേ? അപ്പൊ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത്. എന്താണ് നല്ല പ്രവൃത്തി? ഏറ്റവും എളിയവന്, ഏറ്റവും നിസ്സഹായന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നമ്മൾ ആർക്ക് ചെയ്ത പ്രവൃത്തിയാ? ദൈവത്തിന് ചെയ്ത പ്രവൃത്തിയാ. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ദൈവത്തെ വിശക്കുന്നവനായോ ദാഹിക്കുന്നവനായോ കണ്ടിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, രാവിലെ മുതൽ പുതിയമായിട്ട് നടക്കുക. ദൈവത്തെ ഒന്ന് കാണണം, പുള്ളിക്ക് വിശക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ അപ്പം കൊടുക്കും. പക്ഷെ നിങ്ങൾ കാണില്ല. കാരണം അവൻ ദൈവമായിട്ടല്ല നിങ്ങളുടെ മുൻപിൽ വരുന്നത്, അവൻ വിശക്കുന്നവനായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വരുന്നത്. നിങ്ങൾ ദൈവമായി വരുന്നവനെ കാത്തിരിക്കുന്നു, പക്ഷേ ദൈവം വരുന്നത് അവൻ വിശക്കുന്നവന്റെയും ദാഹിക്കുന്നവന്റെയും വസ്ത്രമില്ലാത്തവന്റെയും തടവിലായിരിക്കുന്നവന്റെയും ആരും ചോദിക്കാനില്ലാത്ത അനാഥ മനുഷ്യർ, അഗതികൾ, നിസ്സഹായർ, അവരുടെ രൂപത്തിലാണ് അവൻ വരുന്നത്. അപ്പോൾ എന്താണ് നല്ല പ്രവൃത്തി? അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ചെയ്യുന്ന പ്രവൃത്തിയല്ല, ആവശ്യക്കാരന് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് നല്ല പ്രവൃത്തി. മൂന്നാമത് ഒരു വിചാരം കൂടെ. എന്താണ് നല്ല പ്രവൃത്തി? തിരിച്ചുപകാരം ചെയ്യാൻ പ്രാപ്തിയുള്ളവർക്ക് ചെയ്യുന്ന പ്രവൃത്തിയല്ല നല്ല പ്രവൃത്തി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ റെസിപ്രൊക്കേറ്റ് ചെയ്യണമെന്ന് പറയും. നിങ്ങൾ എന്നോട് അലോഹ്യമൊന്നും തോന്നരുത്, തോന്നിയാലും പ്രശ്നമില്ല. കാരണം ഞാൻ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ഒന്നും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എന്നോട് അലോഹ്യം തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ അത്യാവശ്യം പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. വീട്ടു പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഇന്ന് പോണോ വേണ്ടായോ എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ
ഒരു കൊച്ചു ഈഗോ നമ്മുടെ മനസ്സിലോട്ട് വരും. ഇന്ന് വരെ അവൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല. നിങ്ങളെ വന്ദനം ചെയ്യുന്നവരെ വന്ദനം ചെയ്താൽ എന്ത് പ്രയോജനം? നിങ്ങളെ സഹായിക്കുന്നവരെ സഹായിച്ചാൽ എന്ത് പ്രയോജനം? പ്രത്യുപകാരം ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് നല്ല പ്രവൃത്തി. ഇനിയും പ്രത്യുപകാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം അതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ കാണുമ്പോൾ ഒന്ന് മുണ്ടഴിച്ചിട്ടാലും മതി, അതൊക്കെ ഒരു വലിയ പ്രത്യുപകാരമാണ്. കാരണം കഴിഞ്ഞ 2007 ആണ്ടിൽ ഞാൻ അവൻ്റെ കൊച്ചിനൊരു 500 രൂപ ഫീസ് കൊടുത്തു. അതുകൊണ്ട് നമ്മളെ കാണുമ്പോഴെല്ലാം എന്ത് ചെയ്യണം? മുണ്ടഴിച്ചിടണം. അതൊരു പ്രത്യുപകാരം കേട്ടോ. അല്ലാതെ ആ 500 രൂപ തിരിച്ചു തരണമെന്നൊന്നുമില്ല. എന്നെ കാണുമ്പോഴല്ലോ സാറാ തന്ന 500 രൂപ. ഇത് പറഞ്ഞാലും എന്താണ്? നമ്മൾ എന്തെങ്കിലും നന്ദിയോ പ്രത്യുപകാരമോ പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തി നല്ല പ്രവൃത്തിയാണ്. കാരണം അതെല്ലാവരും ചെയ്യുന്ന കാര്യം. ഒരു പാവപ്പെട്ട കൊച്ചിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ജീവിതത്തിൽ പിന്നെ ആ പള്ളിയിൽ അവർക്ക് തലപൊക്കി നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ഔദാര്യം പറ്റിയവളാണ്. മനുഷ്യന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തുന്ന പ്രവൃത്തി ഒന്നും എന്തല്ല. ജിജോ കുര്യൻ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട്, ഒരു കപ്പൂച്ചൻ അച്ഛനാണ്. അച്ഛൻ ഒറ്റയ്ക്ക് 300-ലധികം വീടുകളാ വെച്ചു കൊടുത്തത്. ഒരാളുടെ പേരും അച്ഛനും ആ വീട്ടുകാർക്കും ദൈവത്തിനുമല്ലാതെ ആർക്കും അറിയില്ല. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പം അവിടുത്തെ ഫാനിൽ എഴുതി വെച്ചിരിക്കുക കുഞ്ഞൂട്ടി. അപ്പൊ ഫാൻ ഇടുമ്പോ കുഞ്ഞൂട്ടി. ഒറിജിനൽ പേരല്ല, ഞാനങ്ങ് മാറ്റി പറഞ്ഞത്. ഒറിജിനൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോട്ടയത്ത് എല്ലാം പറ്റൂല. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് ആര് മഹത്വപ്പെടണം? ദൈവനാമം മഹത്വപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അത്യാവശ്യം നല്ല പ്രവൃത്തി ചെയ്യുന്നവരാ, ആരും മോശക്കാരല്ല. പക്ഷേ നമ്മുടെ നല്ല പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ നമുക്ക് മാത്രമല്ലേ നല്ലതായിട്ട് തോന്നുന്നുള്ളൂ? നമ്മുടെ നല്ല പ്രവൃത്തി സ്വീകരിക്കുന്നവന് അവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നതായിട്ടാണോ തോന്നുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ എന്ന നിലയിൽ തരക്കേടില്ലാതെ നല്ല സാക്ഷികളായി ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ എന്ന നിലയിൽ നമുക്കൊരല്പം കൂടെ മെച്ചപ്പെടണ്ടേ? ഒത്തിരി നന്മകൾ നമ്മൾ ചെയ്യുന്നവരാണ്. ദൈവം തന്നിട്ടുള്ള സമ്പത്ത് നാം അനേകർക്ക് അനുഗ്രഹമായി ഉപയോഗിക്കുന്നവരാ. എന്നാൽ അത് ദൈവം ആഗ്രഹിക്കുന്ന നല്ല പ്രവൃത്തിയുടെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമായില്ലേ? നമ്മൾ എന്താണ് ഇന്ന് പറയാൻ ശ്രമിച്ചത്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. എന്താണ് നല്ല പ്രവൃത്തി? ഭൂരിപക്ഷം ആളുകൾ യോജിക്കുന്നത് കൊണ്ട് ഒരു പ്രവൃത്തി നല്ലതാകുമോ? ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് മോശം പ്രവൃത്തിയാകുമോ? ഭൂരിപക്ഷമല്ല ദൈവഹിതം തീരുമാനിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ബറബാസ് ആയിരുന്നു ശരി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇസ്രയേലിൽ ഒരു രാജാവിനെ വേണമെന്നുള്ള ജനത്തിന്റെ അഭിപ്രായമായിരുന്നു ശരി. ശരിയും തെറ്റും ആരാണ് തീരുമാനിക്കുന്നത്? നല്ല പ്രവൃത്തി എന്നതിന്
മൂന്ന് മാനങ്ങൾ, മൂന്ന് വിചാരങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഒന്ന്, നല്ല പ്രവൃത്തിയുടെ ലക്ഷണം. നല്ല പ്രവൃത്തിക്ക് അതിരുകളില്ല. അത് ഉപ്പും വെളിച്ചവും പോലെയാണ്. ഉപ്പിന് മതമില്ല, ജാതിയില്ല, ഭാഷയില്ല, ദേശമില്ല, വംശമില്ല, അവർണനെന്നോ സവർണനെന്നോ ഇല്ല. Salt cannot be otherwise. Light cannot be otherwise. ഉപ്പും വെളിച്ചവും പോലെ ആകുന്നതിനാണ് നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. യേശു കർത്താവ് ശമരിയാക്കാരന്റെ ഉപമയിലൂടെ നമ്മോട് പറയുന്നു, അങ്ങനെ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. രണ്ട്, എന്താണ് നല്ല പ്രവൃത്തി? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അധികാരമുള്ളവനല്ല, ആവശ്യത്തിലിരിക്കുന്നവന് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് നല്ല പ്രവൃത്തി. ഏറ്റവും അവസാനം കർത്താവ് തന്നെ പർവ്വത പ്രസംഗത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക്, നിങ്ങളെ വന്ദനം ചെയ്യുന്നവർക്ക് നിങ്ങൾ തിരിച്ചു വന്ദനം ചെയ്യുന്നത് കൊണ്ട് എന്തു പ്രയോജനം? കപടഭക്തിക്കാരും അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പ്രത്യുപകാരം ആഗ്രഹിച്ചോ ചെയ്യാത്ത പ്രവർത്തിക്കും എന്തു പറയാം? നല്ല പ്രവൃത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തി, നാം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ആരാണ് നമ്മുടെ മനസ്സിൽ? എൻ്റെ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ നന്മ ചെയ്യുക? എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് മനസ്സിൽ ധ്യാനിച്ച് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് നല്ല പ്രവൃത്തി. അങ്ങനെ തന്നെ നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതിന് സഹായിക്കട്ടെ.